ഹരേ കൃഷ്ണ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ, വളരെ പുരാതനമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഈ ക്ഷേത്രത്തിൽ എത്തുന്നത് പോലും അതീവ പുണ്യമായാണ് ഭക്തർ കണക്കാക്കുന്നത്. അതെ, കൊട്ടിയൂർ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രം. മലബാറിന്റെ മഹോത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊട്ടിയൂർ വൈശാഖോത്സവം ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് നടക്കുന്നത്. കൊട്ടിയൂരിൽ പുണ്യനദിയായ ബാവലിപ്പുഴയുടെ അക്കരയും ഇക്കരയുമായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുഴയുടെ തെക്കുഭാഗത്തുള്ള ഇക്കര കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ട്. എന്നാൽ വടക്കു ഭാഗത്തുള്ള അക്കര കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവ കാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കും. ഉത്സവ സമയത്ത് ഇക്കര കൊട്ടിയൂരിൽ പൂജകൾ ഉണ്ടാവാറില്ല. അക്കര കൊട്ടിയൂരാണ് മൂലക്ഷേത്രം. ഇവിടെ ജലാശയത്തിന് നടുവിൽ സ്വയംഭൂവായി മണിത്തറയിൽ മഹാദേവനും ശക്തി ചൈതന്യമായ പാർവതീദേവി അമ്മാറക്കൽ തറയിലും സ്ഥിതി ചെയ്യുന്നത്. വൈശാഖോത്സവ സമയത്ത് മാത്രമേ ഇവിടെ പൂജ ഉണ്ടായിരിക്കുള്ളൂ. ബാക്കി കാലത്ത് ഇക്കര കൊട്ടിയൂരിലാണ് ഭഗവാൻ സന്നിഹിതനായിരിക്കുക. ഈ കാലത്ത് അക്കര കൊട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനവും ഉണ്ടാകാറില്ല. ത്രിമൂർത്തികളും 30 മുക്കോടി ദേവകളും ഒന്നിച്ചുകൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ. അതിനാൽ ഇവിടെ എത്താൻ കഴിയുന്നത് പോലും അതീവ പുണ്യമായാണ് ഭക്തർ കണക്കാക്കുന്നത്. സതീദേവിയുടെ പിതാവായ ദക്ഷൻ ഭഗവാൻ ശിവനെയൊഴികെ എല്ലാവരെയും ക്ഷണിച്ച് സർവൈശ്വര്യം നേടാൻ ഒരു യാഗം നടത്തുകയുണ്ടായി. ക്ഷണിക്കാതെ അവിടെ എത്തിയ സതീദേവി തന്റെ ഭർത്താവായ പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ വിഷമിച്ച് യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. ഇതറിഞ്ഞ ഭഗവാൻ കോപാകുലനായി ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു. അതിൽ നിന്നും ജനിച്ച വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ ശിരസ്സറുക്കും. പരിഭ്രാന്തരായ വിഷ്ണുവും ബ്രഹ്മാവും മറ്റു ദേവഗണങ്ങളും കൈലാസത്തിലെത്തി ഭഗവാനെ ശാന്തനാക്കി യാഗഭംഗത്തിന്റെ ഭവിഷ്യത്ത് അറിയിക്കും. ഭഗവാന്റെ അനുവാദപ്രകാരം ബ്രഹ്മാവ് ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം പൂർത്തീകരിപ്പിക്കും. ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലം അതാണ് മണിത്തറ. ഭഗവത് പത്നിയും ദക്ഷപ്രജാപതിയുടെ പുത്രിയുമായ സതീദേവി പിതാവിൽ നിന്നുണ്ടായ അവഹേളനം സഹിക്കാതെ യാഗാഗ്നിയിൽ ആത്മഹൂതി ചെയ്ത സ്ഥാനമാണ് അമ്മാറക്കൽ തറ. ഇവയെ ചുറ്റിയുള്ള പ്രദക്ഷിണ വഴിക്ക് തിരുവഞ്ചിറ എന്നാണ് പറയുന്നത്. രുധിരമൊഴുകിയ ചാലാണ് പിന്നീട് തിരുവഞ്ചിറയായി പരിണമിച്ചത്. വൈശാഖോത്സവം നടക്കുന്നത് മഴക്കാലത്തായിരിക്കും. ഇല്ലെങ്കിൽ ഉത്സവമായാൽ മഴ എത്തിയിരിക്കും. പ്രദക്ഷിണ വഴിയിൽ ജലം ഒഴുകിയിരിക്കണമെന്ന ആചാരപരമായ നിബന്ധനയുള്ള ഏക ക്ഷേത്രവും ഇത് മാത്രമാണ്. നിത്യപൂജകൾ എന്ന് വിളിക്കപ്പെടുക എന്നതിനേക്കാൾ യാഗം എന്ന് വിളിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ ആചാരങ്ങളും കർമ്മങ്ങളും എല്ലാം തന്നെ. പരശുരാമനും ശങ്കരാചാര്യരും വ്യത്യസ്ത ഘട്ടങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ഉത്സവ ചടങ്ങുകൾക്ക് പ്രധാനമായും 7 അംഗങ്ങളും 4 ഉപാംഗങ്ങളുമാണ് ഉള്ളത്. കൂടാതെ ചില സവിശേഷ ചടങ്ങുകളും ഉണ്ട്. പ്രക്കൂഴം, നീരെഴുന്നള്ളത്ത്, നെയ്യാട്ടം, ഭണ്ഡാരമെഴുന്നള്ളത്ത്, ഇളനീരാട്ടം, കലംവരവ്, കലശാട്ടം എന്നിവയാണ് അംഗങ്ങൾ. തിരുവോണം, രേവതി, അഷ്ടമി, രോഹിണി എന്നീ നാളുകളിൽ വിശേഷ പൂജകളോടുകൂടിയ ആരാധനകളാണ് നടക്കുന്നത്. ഈ ആരാധനകൾ അറിയപ്പെടുന്നത് ഉപാംഗങ്ങൾ എന്നാണ്. വിശാഖം നാളിലെ ഭണ്ഡാരം എഴുന്നള്ളിപ്പിന് മുമ്പും മകം നാൾ ഉച്ചശിവേരിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല. ദക്ഷയാഗത്തിന് ശേഷം ഈ ഭൂമി കാടുപിടിച്ച് വിജനമായി മാറി. കാലങ്ങൾക്ക് ശേഷം കേരളം വീണ്ടെടുത്ത പരശുരാമൻ ഈ വഴി കടന്നുപോയപ്പോൾ ഇവിടെ കലിയുടെ വിളയാട്ടം കണ്ട് അതിനെ പിടിച്ചു കിട്ടും. തുടർന്ന് ത്രിമൂർത്തികളുടെ നിർദ്ദേശപ്രകാരം കലിയുടെ ശല്യം ഒഴിവാക്കാനായി വർഷത്തിൽ 27 ദിവസത്തെ വൈശാഖ മഹോത്സവം നടത്താൻ അദ്ദേഹം ആചാരങ്ങൾ നിശ്ചയിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നീട് ശങ്കരാചാര്യരാണ് ഈ ഉത്സവ ചിട്ടകൾ പരിഷ്കരിച്ച് ഏകീകരിച്ചത്. തിരുവഞ്ചിറയിൽ കിഴക്ക് തെക്ക് ഭാഗത്തായിട്ട് കാണുന്ന വൃത്താകൃതിയിലുള്ള തറയാണ് അമ്മാറക്കല്ല്. പിതാവായ ദക്ഷപ്രജാപതിയാൽ യാഗശാലയിൽ വെച്ച് അപമാനിതയായ ശ്രീ മഹാദേവി സ്വയം ദഹിച്ച് അന്തർധാനം ചെയ്തതായ മഹൽസ്ഥാനമാണ് അമ്മാറക്കൽ എന്നറിയപ്പെടുന്നത്. തറയിൽ കെടാതെ ജ്വലിക്കുന്നതായ ദീപത്തിന് മുകളിലായി വലിയ ഒരു ഓലക്കുട കൂടെ കാണാൻ സാധിക്കും. കൊട്ടിയൂരിലെ ഒരു പ്രധാന ആചാരമാണ് ശയന പ്രദക്ഷിണം.
ക്ഷേത്രസന്നിധിയിലെ പുണ്യജലാശയമായ മണിത്തറയിലെ തിരുവഞ്ചിറയിൽ കിടന്നുകൊണ്ടാണ് ഭക്തർ ശയനപ്രദക്ഷിണം നടത്തുന്നത്. ഇതൊരു അപൂർവമായ വഴിപാടാണ്. ജലാശയത്തിലെ ശയനപ്രദക്ഷിണം, അതാണ് കൊട്ടിയൂരിലെ ശയനപ്രദക്ഷിണം. കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകം എന്താണെന്നറിയാമോ? കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂ. ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ഭക്തന്റെ കയ്യിൽ ഒരു ഓടപ്പൂവെങ്കിലും കാണാതിരിക്കില്ല. ദക്ഷയാഗത്തിന് നേതൃത്വം നൽകിയ ഭൃഗുമുനിയുടെ താടിരോമങ്ങളാണ് ഓടപ്പൂവ് എന്നാണ് കരുതുന്നത്. ശിവഭൂതങ്ങളുടെ തലവൻ വീരഭദ്രനും സംഘവും യാഗം തകർക്കാൻ എത്തിയപ്പോൾ ഭൃഗുമുനിയുടെ താടിരോമങ്ങൾ പിഴുതെറിഞ്ഞു എന്നും അത് ഓടപ്പൂവായി മാറിയതാണ് എന്നും കരുതപ്പെടുന്നു. കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവത്തിന് എത്തുന്ന ഭക്തർക്ക് ഓടപ്പൂ ഒരു കൗതുകവും കൊട്ടിയൂരിന്റെ മാത്രം പ്രത്യേകതയും മാത്രമല്ല, അടുത്ത വർഷം വൈശാഖമാസം വരെയുള്ള ഐശ്വര്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പരിപാവനമായ പവിത്രമായ ക്ഷേത്രാങ്കണം. കൊട്ടിയൂരപ്പൻ ദേവിയും ഇവിടെ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് കുടികൊള്ളുന്നു. തിരുവഞ്ചിറയിലൂടെ പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ വണങ്ങുമ്പോൾ കിട്ടുന്നത് മഹാദേവന്റെ അനുഗ്രഹം കൂടിയാണ്. എല്ലാ ഭക്തരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അക്ഷരങ്ങൾക്ക് കടപ്പാടോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ കൊട്ടിയൂരപ്പ ശരണം.